വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഒരു സ്റ്റുഡൻസ് വിങ് നടത്തിയിട്ടുള്ള ഈ പ്രോഗ്രാമിനോട് പോലീസ് കാണിച്ചിട്ടുള്ള നിലപാടിലെ പ്രതിഷേധം ശക്തമായി അറിയിക്കുകയാണ്. ഏതോ തൽപരകക്ഷികൾ ഇത് വേറൊരു രീതിയിൽ സമൂഹത്തിലൊരു വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ പടച്ചുവിടുന്നതാണ് അത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ SHO സുമേഷ് സുധാകരനെതിരെ ആഞ്ഞടിച്ച് നജീബ് കാന്തപുരം MLA രംഗത്ത്. സംശയാസ്പദമായ സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്ക് വഴിമരുന്നൊരുക്കുന്ന തരത്തിലാണ് CIയുടെ ഭാഗത്തു നിന്നുമുണ്ടായ പ്രവൃത്തിയെന്നും CI നടപടിയിൽ ഖേദം പ്രകടിപ്പിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. വിസ്ഡം കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ സമാപന പരിപാടി സമയം അതിക്രമിച്ചതിന്റെ പേരിൽ സുമേഷ് സുധാകരൻ നിർത്തിവെപ്പിച്ചതിനെതിരെയാണ് MLAയുടെ പ്രതിഷേധം. MLAയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി SHO സുമേഷ് സുധാകരനും രംഗത്തെത്തി. 4 ദിവസങ്ങളിലായി പെരിന്തൽമണ്ണയിൽ നടന്ന വിസ്ഡം സ്റ്റുഡൻസിന്റെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ സമാപന ദിവസം അനുവദിച്ച സമയം കഴിഞ്ഞും പരിപാടി അവസാനിപ്പിക്കാത്തതിനെ തുടർന്ന് പെരിന്തൽമണ്ണ SHO സുമേഷ് സുധാകരൻ സമാപന സമ്മേളന വേദിയിൽ കയറി പരിപാടി നിർത്തിവെപ്പിച്ചതാണ് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയത്. CI സുമേഷ് സുധാകരന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നജീബ് കാന്തപുരം MLA. കുട്ടികൾ ലഹരിക്ക് അടിമയാകുന്ന പുതിയ കാലഘട്ടത്തിൽ ഒരു സംഘടന ലഹരിക്കെതിരെ 10,000-കണക്കിന് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മഹാസമ്മേളനം നടത്തിയത് സമൂഹത്തിന് വേണ്ടിയാണെന്നും വളരെ അച്ചടക്കത്തോടെയാണ് വിസ്ഡം സ്റ്റുഡൻസിന്റെ നേതൃത്വത്തിലുള്ള കോൺഫറൻസ് സംഘടിപ്പിച്ചതെന്നും MLA പറഞ്ഞു. 10 മണിക്ക് ശേഷം പരിപാടി തുടരാൻ പാടില്ല എന്നത് നിയമം അനുശാസിക്കുന്നതാണെങ്കിലും അതിൽ SHO ഇടപെട്ട രീതി ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ട തരത്തിലുള്ളതല്ലായിരുന്നുവെന്നും MLA ആരോപിച്ചു. സമൂഹത്തിൽ സംശയാസ്പദമായ സാഹചര്യം സൃഷ്ടിക്കുന്നവർക്ക് വഴിമരുന്നിടുന്ന തരത്തിലുള്ള നടപടിയിൽ സുമേഷ് സുധാകരൻ ഖേദപ്രകടനം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിസ്ഡം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം നടക്കുകയാണ്. അതിലേറ്റവും പ്രധാനമായ ഒരു കാര്യം ആ സമ്മേളനത്തിൻ്റെ ക്വാളിറ്റി, ആ സമ്മേളനത്തിൻ്റെ അച്ചടക്കം, ആ സമ്മേളനം നടത്തിയ രീതി എല്ലാം വളരെ വളരെ പ്രശംസനീയമാണ്. പ്രത്യേകിച്ചും 10,000-കണക്കിന് വിദ്യാർത്ഥികളെ അത്രയേറെ അച്ചടക്കത്തോടുകൂടി അവർക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ മുഴുവനും ചർച്ച ചെയ്യുന്ന ഒരു നല്ല വേദി, അത് നാടിൻ്റെ ഒരു പൊതു ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ലഹരിക്ക് അടിമപ്പെടുന്നുവെന്നും കുട്ടികൾ വഴിതെറ്റുന്നുവെന്നും രക്ഷിതാക്കൾക്ക് തന്നെ കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുമുള്ള ഒരു സാഹചര്യത്തിനകത്ത് ഒരു സംഘടന ഇത്ര വിപുലമായി കുട്ടികളെ വിളിച്ചു ചേർത്ത ഒരു പരിപാടി മനോഹരമായി നടക്കുമ്പോൾ ആ സമ്മേളനത്തിന് പിന്തുണ നൽകേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമാണ്. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തു, ഞാൻ ആ പരിപാടിയിൽ സംസാരിച്ചു. പക്ഷെ ആ പരിപാടി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് 10 മണിക്ക് ശേഷം പരിപാടി നടത്താൻ പാടില്ല എന്നത് നിയമപരമായ നിഷ്കർഷ നിലനിൽക്കുന്നത് കൊണ്ട് എന്ന പേരിൽ ബഹുമാന്യനായ SHO അതിൽ ഇടപെട്ട രീതി വളരെ വളരെ മോശമായിപ്പോയി. അദ്ദേഹം ഒരു മാന്യതയോടുകൂടി നേരത്തെ അവരെ വിവരമറിയിച്ച് ഇത് നടപടി നിർത്തിവെക്കാൻ അവർ ശ്രമിക്കുന്നില്ലെങ്കിൽ നിയമപരമായി അദ്ദേഹത്തിന് കേസെടുക്കാമല്ലോ, ആ നിലയിൽ അദ്ദേഹത്തിന് എന്ത് നടപടിയും എടുക്കാമല്ലോ. ഇതൊരു വേദിയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നു. ഒരു വലിയൊരു ഓർഗനൈസേഷൻ്റെ വലിയൊരു സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ സഹപ്രവർത്തകരെയുമായി കയറി ചെന്ന് വളരെ ബലമായി ആ പരിപാടി നിർത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം പരിപാടികൾ 10 മണി കഴിഞ്ഞും നടക്കുന്നുണ്ട്, എന്തെല്ലാം പ്രോഗ്രാമുകൾ 10 മണി കഴിഞ്ഞും അരങ്ങേറുന്നുണ്ട്. പാതിരാത്രിയിൽ പോലും മൈക്ക് ഓഫാക്കാതെ എത്ര വലിയ കൺസേർട്ടുകൾ നടക്കുന്നുണ്ട്, പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടും എത്ര പരിപാടികൾ നടന്നു. അപ്പോൾ ഇത് വളരെ സംശയാസ്പദമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ഒരു വഴിമരുന്നിട്ട കാര്യമാണ്. അതുകൊണ്ട് ഒരു പോലീസ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതുകൊണ്ട് അദ്ദേഹം ഇതിൽ ഖേദപ്രകടനം നടത്തണം. അദ്ദേഹം ഇക്കാര്യത്തിൽ ഖേദപ്രകടനം നടത്തി ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് വേറൊരു തരത്തിലുള്ള ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് ഗുണകരമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മിസ്റ്റേക്ക്, അദ്ദേഹം നിയമം പാലിക്കാൻ ചുമതലപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് അദ്ദേഹം അതിൽ ഇടപെടുന്നതിൽ നമുക്ക് ആർക്കും യാതൊരു പ്രയാസവുമില്ല. നിയമപാലകരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അതിനൊരു രീതി ഉണ്ടല്ലോ, അതെല്ലാവർക്കും തുല്യമാവണ്ടേ, എല്ലാവർക്കും ഒരുപോലെ ആവണ്ടേ. അത് ഒരു സംഘടനക്ക് ഇത്തരം ഒരു വലിയ സമ്മേളനം, ഒരു സതുദ്ദേശത്തോടെ നടത്തുന്ന ഒരു സമ്മേളനം മാത്രമല്ല, നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇത്രയേറെ പങ്കാളികളായിട്ടുള്ള ഒരു സമ്മേളനം, ആ മഹാസമ്മേളനത്തിൽ വിദേശ അതിഥികൾ പോലും പങ്കെടുത്ത ഒരു സ്ഥലത്തേക്ക്
ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നേരിട്ട് കയറി ചെന്ന് ആ സമ്മേളനത്തിൻ്റെ മൈക്ക് ഓഫ് ആക്കുന്ന രീതിയിലേക്ക് ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഗുരുതരമായ കുറ്റമാണ്, ഒരു ഗുരുതരമായ പ്രശ്നമാണ്. അത്തരത്തിൽ അദ്ദേഹം ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അത് ഏതർത്ഥത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പം ഇത്തരത്തിലുള്ള നിലപാടുകൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അവരൊരു വളരെ സംയമനത്തോടു കൂടി വിഷയങ്ങളെ കൈകാര്യം ചെയ്ത് പ്രശ്നങ്ങൾ ഇല്ലാതാക്കേണ്ട ആളുകളാണ്. അവിടെ യാതൊരു അച്ചടക്കരാഹിത്യവും ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ട്രാഫിക് ബ്ലോക്ക് പോലും പരമാവധി കൺട്രോൾ ചെയ്ത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഇത്ര 10,000-കണക്കിന് ആളുകൾ വന്നിട്ടും പെരിന്തൽമണ്ണയിൽ ഒരു ഷോപ്പിന് ഉദ്ഘാടനം ചെയ്ത തിരക്ക് പോലും അനുഭവിക്കാതെ അതിനെ കൈകാര്യം ചെയ്തു. അതിൽ പോലീസിനും പങ്കുണ്ട്, പോലീസും അത് വളരെ ഉത്തരവാദിത്തത്തോടെ നിർവഹിച്ചു. എന്നാൽ ആ സംഘടന അതിനെല്ലാം വളരെ പക്വമായിട്ടുള്ള ഇടപെടൽ അവർ നടത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഒരു സ്റ്റുഡൻസ് വിങ് നടത്തിയിട്ടുള്ള ഈ പ്രോഗ്രാമിനോട് പോലീസ് കാണിച്ചിട്ടുള്ള നിലപാടിലെ പ്രതിഷേധം ശക്തമായി അറിയിക്കുകയാണ്. എന്നാൽ MLA-യുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് SHO സുമേഷ് സുധാകരൻ. 10 മണിക്ക് അവസാനിപ്പിക്കേണ്ടിയിരുന്ന പരിപാടി പിന്നെയും ഒരുപാട് സമയം ദീർഘിപ്പിച്ചെന്നും തന്നെ സ്വയം വർഗീയവാദിയാക്കാനുള്ള ശ്രമമാണ് സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും CI പ്രതികരിച്ചു. പൊതുവെ ഗതാഗത തടസ്സം അനുഭവപ്പെടുന്ന പെരിന്തൽമണ്ണയിൽ 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി കൂടുതൽ സമയം നീണ്ടുപോയാൽ ഗതാഗത തടസ്സം വർദ്ധിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിലാണ് പരിപാടി നിർത്തിവെപ്പിക്കേണ്ടി വന്നതെന്നും CI പറഞ്ഞു. തികച്ചും നിയമപരമായി തന്നെയാണ് നടപടികൾ സ്വീകരിച്ചതെന്നും അനാവശ്യമായ ആരോപണങ്ങൾ ഉയർത്തി സർക്കാരിനെയും പോലീസിനെയും മനഃപൂർവ്വം പഴിചാരാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഇതിൽ നമ്മൾ 10 മണിക്ക് നിർത്തണമെന്ന് പറഞ്ഞത് ഏകദേശം 10-20,000 പേരുള്ള ഒരു പ്രോഗ്രാമാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും ബ്ലോക്കുള്ള ഒരു ടൗണാണ് പെരിന്തൽമണ്ണ ടൗൺ. അപ്പോൾ അവരോട് പറഞ്ഞിരുന്നു, അവരുടെ വോളണ്ടിയേഴ്സൊക്കെ സഹകരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വോളണ്ടിയേഴ്സ് അല്ല എല്ലാം ചെയ്തത്, നമ്മുടെ പോലീസ് എല്ലാം കൂടെ കൂടിയിട്ടാണ്. വോളണ്ടിയേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ കേൾക്കില്ല. അപ്പം നല്ല ട്രാഫിക് ഭയങ്കര ജാമായിരുന്നു. നമ്മുടെ DYSP സാർ സഹിതം 11 മണി ആയപ്പോഴത്തേക്കുമാണ് ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് കയറിയത്. അതിനുശേഷം നല്ല ട്രാഫിക് ബ്ലോക്കായിരുന്നു. അല്ലാതെ അവർ പറയുന്നത് പോലെ സ്മൂത്തായിട്ടൊന്നും അല്ല നമ്മുടെ ടൗണ് കടന്നു പോയത്. അപ്പം നമ്മളിവിടെ അവർ മീറ്റിങ്ങിന് വന്നിരുന്നു. അവർ അതൊക്കെ നല്ല മാന്യമായിട്ട് തന്നെയാണ് അവർ പെരുമാറിയത്. ഇന്ന ടൈമിൽ നിർത്താം. അപ്പം ഞാൻ കർശനമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു 10 മണിക്ക് നിർത്തണം, കാരണം ഹൈക്കോടതിയുടെ ഉത്തരവുള്ളതാണ്. അതുകൂടാതെ ഇപ്പോൾ നമ്മൾ വേടൻ്റെ പരിപാടിയൊക്കെ 10 മണിക്ക് തന്നെ DJ ഒഴിവാക്കിയിട്ട് 9:55 ക്ലോസ് ചെയ്തപ്പോൾ അപ്പം ഇത് എന്താ അങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇത് വന്നിരുന്നു. പക്ഷേ നമ്മൾ അത്രത്തോളം ഇന്നലെ തൂതപ്പൂരം നമ്മൾ കറക്റ്റ് 10 മണിക്ക് തന്നെ അവരുടെ എല്ലാം ഓഫ് ചെയ്യിച്ചു. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവരോടും നമ്മൾ പറഞ്ഞിരുന്നു 10 മണിക്ക്. അപ്പോൾ ഇവർ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്, അവർ കറക്റ്റായിട്ട് നിർത്തുമെന്ന് പറഞ്ഞു. അത് 9:30 കഴിയുമ്പോഴത്തേക്കും 9:45 നിർത്തും. അതിനുശേഷം ബാക്കി ഇത്ര ആൾക്കാർ ടൗണിൽ നിന്ന് പിരിഞ്ഞു പോകണം. അങ്ങനെയാണ് നമ്മളും വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ പിന്നെ ഞാൻ 9:24 ഞാൻ ആദ്യം ഇവരെ വിളിച്ചു. 9:23 വിളിച്ചെടുത്തില്ല, 9:24 വിളിച്ചു. എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എപ്പോൾ നിങ്ങൾ പിന്നെ പ്രോഗ്രാം നിർത്തും? അപ്പോൾ പറഞ്ഞു, സാറേ കുറച്ച് എന്തായാലും 10 മണിക്ക് മുമ്പേ പ്രോഗ്രാം നിർത്തുമെന്ന് പറഞ്ഞു. പക്ഷേ 10 മണിക്ക് മുമ്പേ പ്രോഗ്രാം നിർത്താതെ അവിടുന്ന് പല ആൾക്കാർ അവിടെ സൗണ്ട് പൊല്യൂഷനാണ്, പ്രത്യേകിച്ച് അവിടെ അൽഷിഫ ഹോസ്പിറ്റലുണ്ട്, പിന്നെ മെയിൻ ബൈപ്പാസാണ്, ബ്ലോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കംപ്ലയിൻറ്റ്സ് വന്നു. എങ്കിലും നമ്മൾ പറഞ്ഞിരുന്നത് ഇവർക്ക് പെർമിഷനുണ്ട്, പിന്നെ അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ 10:06 പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് പ്രോഗ്രാം നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു പ്രോഗ്രാം നിർത്തണം, ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പിന്നെ സംഗതി സീനാകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർത്തിക്കേണ്ടി വരും. അങ്ങനെ ഇച്ചിരി നന്നായിട്ട് തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം നിർത്താതിരുന്നപ്പോൾ പിന്നെ 10:10 പിന്നെയും വിളിച്ചു. ഞാൻ 10:10 വിളിക്കുന്നത് നമ്മുടെ ആയിഷ ജംഗ്ഷനിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. ആയിഷ ജംഗ്ഷൻ വരെ ഇവർ മറ്റേ സ്പീക്കർ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളെന്താ ഒരു ഇതായിട്ട് കൊടുത്താണ്, കാരണം ആയിഷ ജംഗ്ഷൻ വരെ സ്പീക്കർ വെക്കാനൊന്നും അവർക്ക് പെർമിഷൻ ഉള്ളതല്ല. അങ്ങനെ ആയിഷ ജംഗ്ഷനിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വോയിസ് റെക്കോർഡ് ഉണ്ടാവും. വോയിസ് റെക്കോർഡിൽ തന്നെ കേൾക്കാൻ ഭയങ്കര സൗണ്ടാണ്. അങ്ങനെ ഈ ഇവർ പറയുന്ന പോലെ 3 മിനിറ്റോ 5 മിനിറ്റോ അല്ല ആ പ്രോഗ്രാം നീണ്ടുപോയത്. 10:10 ഞാൻ ആയിഷ ജംഗ്ഷനിൽ നിന്ന് വിളിച്ചിട്ടാണ് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു 10:15 10:22 ഇവർ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുന്നത്. പക്ഷേ മൈക്ക് ഓഫ് ചെയ്യുന്നത് അതും കഴിഞ്ഞിട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ്. കാരണം അത് നമ്മൾ പിന്നെ ഒരു മാനുഷിക പരിഗണന വെച്ച് കൊടുത്താണ്. കാരണം അത്രയും ഒരു ഭയങ്കര ക്രൗഡ് അവിടെ ഉണ്ടായിരുന്നു. ആ ക്രൗഡുകൾക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല സ്ഥലത്തുനിന്ന് വന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു ഡയറക്ഷൻ കൊടുക്കാനായിട്ട് ഇന്ന ബസ്സുകൾ ഇന്ന സ്ഥലത്താണ്, ഇന്ന സ്ഥലത്തൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന ബസ്സേ കയറാം, പാർക്ക് ചെയ്തിരിക്കുന്ന ഇന്ന സ്ഥലത്താണ്, പിന്നെ ഇപ്പം കോഴിക്കോട് നിന്ന് വന്നവർ ഇന്ന സ്ഥലത്തേക്ക് പോവുക, എറണാകുളത്ത് നിന്ന് അങ്ങോട്ട് പോകുക എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അതും എന്താണ്, നിയമപരമായിട്ട് തെറ്റാണ്. പക്ഷേ അവർ ഡയറക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പോകാം. നിങ്ങൾക്ക് അറിയാം, അവർ പറയുന്ന സമയങ്ങൾക്ക് ശേഷം അവർ മൈക്ക് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രോഗ്രാം
10:22 അവർ സ്റ്റോപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരുവാണ്. തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തു. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ അറിയാം. വീഡിയോയിൽ ഞാൻ പാസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പ്രഷറിലാണ് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ ഇങ്ങനെ വീഡിയോ എടുത്ത് ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുറകോട്ട് വന്നിട്ട് ചിരിക്കണമെന്ന് ചോദിച്ചു. അന്നേരത്തേക്കും എന്താ പറയുന്നത്, ആ ഒരു സ്വാഭാവികമായിട്ട് ഒരു സംഘടനയോ പിന്നെ ആളുകളെയോ അല്ലെങ്കിൽ അവരുടെ ഒന്നിനെയും നമ്മൾ മോശപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു മോശം പ്രവണത കാണിച്ചതല്ല, അതാ ഒരു സിംഗിൾ പേഴ്സൺ നമ്മളെ പ്രകോപിപ്പിച്ചപ്പോഴത്തേക്കും അതേപോലെ ഉണ്ടായ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണമാണ്. ചിരിക്കണം. അതല്ലാതെ അത് മൊത്തം സംഘടന അല്ലെങ്കിൽ മൊത്തം ആളുകളെയോ എന്നെയൊക്കെ എത്ര പെട്ടെന്നാണ് അതൊരു വർഗീയവൽക്കരിച്ചിട്ട് വരുന്നത്. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം. ഇപ്പം ശരിക്കും സർക്കാരിനെ പോലീസിനെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്താണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം ഒരു സിംഗിൾ പേഴ്സൺ നിങ്ങൾക്കറിയാം, ആ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ വരുന്നത് മുഴുവൻ അയാൾ വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മൾ പാസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വെറുതെ ഒരു പ്രകോപനം ഉണ്ടാക്കിയിട്ട് അപ്പം അതിലൊരു സ്വാഭാവികമായിട്ട് നമ്മൾക്കും അത്രയും പ്രഷറായിട്ട് നിൽക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടുണ്ടായ ഒരു പ്രതികരണമാണ്. അപ്പോൾ അതല്ലാതെ നമ്മളൊരു സംഘടനയെ മോശപ്പെടുത്താനൊന്നും പറഞ്ഞതല്ല. അതിനുശേഷം ഇവർ പറയുന്നു, അവരുടെ പ്രസ്താവന ഞാൻ കണ്ടു, ഇത്രയും നന്നായിട്ടൊരു പ്രോഗ്രാം ട്രാഫിക് സ്മൂത്തായിട്ട് പെരുന്തൽമണ്ണ 1 മണിക്കാണ് 1 മണി 1:30 നമ്മുടെ പെരുന്തൽമണ്ണ ട്രാഫിക് അഴിയുന്നത്. എൻ്റെ പോലീസുകാരെല്ലാം അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് പിറ്റേ ദിവസവും ഡ്യൂട്ടിയുണ്ട്. എല്ലാം അങ്ങനെയൊക്കെ നിൽക്കുന്നപ്പോഴത്തേക്കും ഇവർ പറയുന്നത് അവർക്ക് നമ്മൾ മാനുഷികമായിട്ടുള്ള പരിഗണന വെച്ചിട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളും മാനുഷികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ നിങ്ങൾക്കറിയാം, ആ വീഡിയോയിൽ വരുന്ന ആ ഒരു സെക്കൻഡ് നമ്മളെ പ്രകോപിപ്പിച്ചത് നിങ്ങൾക്കറിയാം. വെറുതെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറുന്നതല്ല. അതുപോലെ തന്നെ ഞങ്ങൾ 3-4 പേരാണ് ഈ 10-25,000 പേരുടെ അടുത്ത് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് കാരണം അവരെല്ലാവരും കൂടെ തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അല്ലാതെ നമ്മൾ പ്രകോപിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും വലിയൊരു ക്രൗഡാണ്. നമ്മൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ചെയ്തത്. പക്ഷേ ഏതോ തൽപരകക്ഷികൾ ഇത് വേറൊരു രീതിയിൽ സമൂഹത്തിലൊരു വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ പടച്ചു വിടുന്നതാണ്. അതിപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടോ അവരോട് ചോദിക്കണം, നമുക്കറിയില്ല. ചാനൽ 10 പെരിന്തൽമണ്ണ. പാരമ്പര്യ തനിമയുള്ള ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ. പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന അത്യപൂർവ ആഭരണങ്ങൾ. ഒപ്പം മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. വരൂ, മെയ് 16 മുതൽ 22 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം.